ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ അരിത്തമാറ്റിക്കിൻ്റെ ഒരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് അഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് അരിത്തമാറ്റിക്കിൽ. IBPS BO ഒക്കെ വരുന്നതാണ്. കഴിഞ്ഞ ഓണുകളിലൊക്കെ മോക്കിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടാകുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇതുവരെ എല്ലാവരും തന്ന സപ്പോർട്ടിനൊക്കെ നന്ദിയുണ്ട്. നിങ്ങൾ ഞങ്ങളുടെ വീഡിയോസ് കാണുന്നതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ നിങ്ങൾ കാണുന്നവർ കൂടുതൽ ആളുകൾക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് ഏറ്റവും വലുത്. അപ്പോൾ നിങ്ങളത് മറക്കാതെ ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. ഇൻകം ഓഫ് A and B are in the ratio 4:3 respectively. A saves 60% of his income and B saves rupees 3,600. അങ്ങനെയാണെങ്കിൽ if savings of both A and B are same, എയുടെയും ബിയുടെയും സേവിങ്സ് സെയിം ആണെങ്കിൽ എക്സ്പെൻഡിച്ചർ ഓഫ് B കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. എയുടെയും ബിയുടെയും ഇൻകം 4:3 റേഷ്യോയിലാണ്. എ അതിൽ 60% സേവ് ചെയ്യുന്നു, ബി 3,600 സേവ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ എയുടെയും ബിയുടെയും സേവിങ്സ് ഈക്വൽ ആണെങ്കിൽ ബിയുടെ എക്സ്പെൻഡിച്ചർ എന്താണ്, അതാണ് നമുക്ക് കണ്ടെത്താനുള്ളത്. നമുക്ക് നോക്കാം. അപ്പം ഈ 4:3 നമുക്ക് ചെയ്യാനുള്ള എളുപ്പത്തിനായി നമുക്ക് 40x-ഉം 30x-ഉം ആയിട്ട് എടുക്കാം. അപ്പോൾ നമുക്കത് എഴുതാം. ആദ്യമേ എ അല്ലേ, എ എത്രയാണെന്നാണ് പറഞ്ഞേക്കുന്നത്? എയും ബിയും പറഞ്ഞിട്ടുണ്ട്. എ എന്ന് പറയുന്നത് 40x ആയിട്ട് എടുക്കാമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പം എയുടെ ഇൻകം 40x എന്ന് നമ്മൾ എടുക്കുന്നു അല്ലേ, 40. ബിയുടെ ഇൻകം 30x ആയിട്ടും എടുക്കുന്നു. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല. നമ്മൾ ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് 40 30 എടുത്തത്. ഈ സേവിങ്സിനെ പറ്റി എന്താ പറഞ്ഞേക്കുന്നത്? എ 60% സേവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 40യുടെ 60% എത്ര? 40 × 60/100. നമുക്ക് എക്സ് ഉള്ളതുകൊണ്ട് 40x-ൻ്റെ നമ്മൾ എടുക്കേണ്ടത്. നമുക്ക് ഈ രണ്ട് സീറോയും കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4 × 6 24 കിട്ടും. പിന്നെ നമ്മൾ 24x അത് എഴുതി. ഈ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ബിയുടെ റേഷ്യോ എന്ന് പറയുന്നത് 3,600 ആണ് അല്ലേ. ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം ഇനി എന്താ പറഞ്ഞേക്കുന്നത്? നമ്മളോട് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത് എക്സ്പെൻഡിച്ചറാണ് അല്ലേ. കാൽക്കുലേഷൻ നമുക്ക് മായ്ച്ചളഞ്ഞേക്കാം. എക്സ്പെൻഡിച്ചറാണ് നമ്മളോട് കണ്ടുപിടിക്കാം. ബിയുടെ എക്സ്പെൻഡിച്ചർ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ്പെൻഡിച്ചർ ഓഫ് ബി എന്ന് പറയുന്നത് 30x ഇൻകം മൈനസ് സേവിങ്സ് അല്ലേ. 30x മൈനസ് 3,600 വരും. അത് മനസ്സിലായില്ലേ? ഇതാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി നമ്മളോട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 24x, അതായത് സേവിങ്സ് ഓഫ് എയും ബിയും ഈക്വലാണ്. അതായത് 24x-ഉം 3,600-ഉം ഈക്വലാണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? 12 വെച്ച് നമുക്ക് ഈ 24-നെയും 36-നെയും കട്ട് ചെയ്യാമല്ലോ. അപ്പോൾ 2 ഇവിടെ 300 വരും. അപ്പോൾ x ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടും? 150 എന്ന് കിട്ടും അല്ലേ. x ഈക്വൽ ടു 150 എന്ന് കിട്ടും. നമ്മളോട് പറഞ്ഞേക്കുന്നത് എക്സ്പെൻഡിച്ചർ ഓഫ് ബി കണ്ടുപിടിക്കാൻ. അപ്പോൾ നമ്മൾ അതെടുത്ത് ഈ എക്സ്പെൻഡിച്ചർ ഓഫ് ബി എന്നുള്ള ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് എക്സ്പെൻഡിച്ചർ ഓഫ് ബി ഈസ് ഈക്വൽ ടു 30 × 150 മൈനസ് 3,600 എന്ന് കിട്ടും അല്ലേ. അങ്ങനെ കിട്ടും. അപ്പോൾ 30 × 50-ൽ 0 അവിടെ കിടക്കട്ടെ. 15 × 3 എത്രയാണ്? 45. പിന്നെ ഈ 2 0 ഉണ്ട്. അപ്പോൾ 4,500 മൈനസ് 3,600 കിട്ടും. അപ്പോൾ നമുക്ക് ബിയുടെ എക്സ്പെൻഡിച്ചർ എത്ര കിട്ടും? 900 എന്ന് കിട്ടും. അപ്പോൾ ഈ ക്വസ്റ്റിന് ആൻസർ 900 ആണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം അല്ലേ. എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. A and B started a business by investing ₹5,000, 6,000 respectively. X months later, they admitted C as partner, who made an investment of 7,500. Okay. If at the end of the year, the profit share of A was 7,500 out of total profit of 2,400, find the value of X. Okay. Xൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കുമ്പം എയുടെയും ബിയുടെയും സിയുടെയും ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് 5K, 6K, 7.5K ആണ് അല്ലേ. എല്ലാത്തിലും ഒരു 100 കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഒഴിവാക്കിയിട്ട് എടുക്കുമ്പോൾ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് എഴുതാം? A:B:C എന്നുള്ളത് നമുക്ക് 50:60:70 എന്നവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റേഷ്യോ എഴുതാം. ജസ്റ്റ് ആ കാൽക്കുലേഷന് വേണ്ടി നമ്മൾ എക്സ്ട്രാ കിടക്കുന്ന 2 0 മാറ്റിയിട്ട് എഴുതാം. അങ്ങനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ എക്സിൻ്റെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, മന്ത്സിൻ്റെ. അത് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം.
ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന റേഷ്യോ ഞാൻ പറഞ്ഞ പോലെ A/B/C നമുക്കൊന്ന് എടുത്ത് എഴുതാം. അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റേഷ്യോ നമുക്ക് തന്നിരിക്കുന്നത് നമ്മൾ കട്ട് ചെയ്ത് ചെറുതാക്കിയിട്ട് 50:60:75 നമുക്ക് എഴുതാം. അങ്ങനെ എഴുതുമ്പോൾ കാൽക്കുലേഷൻ എളുപ്പമായിരിക്കും അല്ലേ. അപ്പോൾ നമുക്കത് അങ്ങനെ നോട്ട് ചെയ്യാം. പിന്നെ X months later എന്നാണ് പറഞ്ഞേക്കുന്നത്, C ജോയിൻ ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ അത് നമുക്കറിയില്ല. അപ്പോൾ നമുക്ക് ആദ്യമേ ഈ റേഷ്യോ ഒന്ന് എഴുതാം. 50:60:75 ഇനി എയും ബിയും ത്രൂ ഔട്ട് ഉണ്ട്. അപ്പോൾ ഇൻറ്റു 12 വരും എയുടെയും ബിയുടെയും. എക്സിൻ്റെ നമുക്ക് എത്ര എന്ന് അറിയില്ല. അപ്പോൾ നമ്മളിത് എക്സ് ആയിട്ട് എടുക്കുകയാണ്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ 12 - X ഒന്നും എടുക്കാം അല്ലേ. അപ്പം ഈ നമ്മുടെ പ്രോബ്ലം കോംപ്ലക്സ് ആവാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്ത് എടുക്കാം, എക്സ് എടുക്കാം. എന്നിട്ട് നമ്മൾ മനസ്സിലെന്താ വെക്കണ്ടേ, 12 - X ആണ് നമുക്ക് കണ്ടെത്താനുള്ളതെന്ന് നമ്മൾ മനസ്സിൽ വെച്ചിരിക്കണം. കാരണം എത്ര മാസം കഴിഞ്ഞിട്ടാണ് സി ജോയിൻ ചെയ്തേക്കുന്നതെന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അതാണ് എക്സിൻ്റെ വാല്യൂ. X months later സി അഡ്മിറ്റ് ആയ ഡേറ്റാണ് നമുക്ക് വേണ്ടുന്നത്. ഇപ്പോൾ 3 months ലേറ്റർ ആണെങ്കിൽ നമുക്ക് എത്ര കിട്ടും, 9 months. അതായത് 3 months ലേറ്ററാണ് വന്നതെന്ന് പറയുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാക്കാം, 9 months വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. അത് സിമ്പിൾ ലോജിക്കാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് മനസ്സിൽ വെക്കേണ്ടത് 12 - X എന്നുള്ളതാണ് നമ്മൾ കണ്ടെത്താനുള്ളത്. എക്സ് നമ്മളിവിടെ എഴുതിയാലും ഓക്കെ, അത് നമ്മൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇനി എന്ത് ചെയ്യാം, എയുടെയും ബിയുടെയും നമുക്ക് 5 വെച്ച് സിയെയും 5 വെച്ച് ഡിവൈഡ് ചെയ്യാമല്ലോ. അപ്പോൾ ഇവിടെ 5 വെച്ച് എ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 10 കിട്ടും. ബി 12 കിട്ടും. ഇതിന് 15 കിട്ടും അല്ലേ. ഇനി നമുക്ക് 3 വെച്ചും ഡിവൈഡ് ചെയ്യാം. 12 4 ആവും, ഈ 12 4 ആവും, ഈ 15 എന്നുള്ളത് 5 ആവും. മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുമ്പോൾ 40 എയുടേത് 40, ബി 48 അല്ലേ, 48 സി 5X എന്നുള്ളത് കിട്ടും. ഇനി ക്വസ്റ്റ്യനിൽ നമുക്ക് പ്രോഫിറ്റിൻ്റെ റേഷ്യോ തന്നിട്ടുണ്ട് അല്ലേ. പ്രോഫിറ്റ് ഓഫ് എ ബൈ ടോട്ടൽ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ പ്രോഫിറ്റ് റേഷ്യോ നമുക്ക് എടുത്തെഴുതാം. പ്രോഫിറ്റ് ഓഫ് എ ബൈ ടോട്ടൽ റേഷ്യോ ഈസ് ഈക്വൽ ടു 7500 ബൈ 24,000 അല്ലേ. ഇത് നമുക്ക് കട്ട് ചെയ്ത് ചെറുതാക്കി എഴുതാമല്ലോ. നമ്മൾ ആദ്യമേ 2 0 കട്ട് ചെയ്യുമ്പോൾ 75 20, അപ്പോൾ നമുക്ക് 75/240 എന്ന് കിട്ടും. അതിനെ നമുക്ക് 15 വെച്ച് ചെയ്യാമല്ലോ. 15 വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് 75നെ 15 വെച്ച് ചെയ്യുമ്പോൾ 5 കിട്ടും അല്ലേ. 5 താഴെ 240നെ 15 വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് 16 കിട്ടും. അപ്പം PA/P ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് 5/16 കിട്ടും. ഇതെന്തിന് തുല്യമായിരിക്കും, ഇൻവെസ്റ്റ്മെൻറ്റ് റേഷ്യോയ്ക്കും തുല്യമായിരിക്കും. അപ്പോൾ ഇവിടെ എത്ര ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത്, 40 + 48 88 + 5X വരും. ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് 88 + 5X. എയുടേത് എത്ര 40 ഇൻവെസ്റ്റ്മെൻറ്റ്. അതുപോലെ തന്നെ പ്രോഫിറ്റ് റേഷ്യോ നമുക്കിപ്പോൾ 5/16 കിട്ടി. പ്രോഫിറ്റ് ഓഫ് എ ബൈ പ്രോഫിറ്റ് ടോട്ടൽ അല്ലേ. ഇനി ഇത് കട്ട് ചെയ്ത് കളയാലോ. അപ്പോൾ നമുക്ക് 8 കിട്ടും. 16 × 8 എത്ര, 16 ടേബിൾ എല്ലാവർക്കും അറിയാലോ. 16 × 8 128 ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, 128 ഈസ് ഈക്വൽ ടു 88 + 5X അപ്പർ സൈഡിലേക്ക് പോകും, റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് പോകും. അപ്പോൾ 88 + 5X ആവും. അപ്പോൾ നമുക്ക് എന്താ എഴുതുന്നത്, 88 അപ്പുറം പോകുമ്പോൾ അവിടെ 40 കിട്ടും. അപ്പോൾ 5X = 40 എന്ന് എഴുതിക്കൂടെ, എഴുതാം. അപ്പോൾ 5X = 40. അപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ എത്ര കിട്ടും, എക്സിൻ്റെ വാല്യൂ നമുക്ക് 8 എന്ന് കിട്ടും. അപ്പോൾ 8 ആണോ നമ്മുടെ ആൻസർ, അല്ല. നമുക്ക് കണ്ടെത്തേണ്ടത് 12 - X എത്ര മാസത്തിന് ശേഷമാണ്. ഇപ്പോൾ നമുക്ക് കിട്ടിയത് 8 മാസം ഇട്ടെന്നാണ്. സി 8 മാസം പൈസ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 12 - X എന്ന് പറയുമ്പോൾ നമുക്ക് 4 കിട്ടും. അപ്പോൾ എന്താ മനസ്സിലാക്കേണ്ടത്, 4 months later ആണ് സി വന്നേക്കുന്നത്. അതാണ് നമ്മുടെ എക്സിൻ്റെ വാല്യൂ. അപ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ 4 കിട്ടും. സി ഇൻവെസ്റ്റഡ് 4 months later എന്നുള്ളതാണ് ആൻസർ. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. The simple interest earned on investing ₹15,000 at 16% per annum for 5.5 years is same as compound interest earned on investing ₹P at 20% per annum compounded annually for 2 years. Find the value of P. അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് ബേസ് ചെയ്ത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ബേസ് ചെയ്തൊരു മിക്സഡ് ക്വസ്റ്റ്യൻ ആണ്.
ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ആദ്യത്തെ എമൗണ്ട് 15,000 16% ഇട്ട് കഴിയുമ്പോൾ കിട്ടുന്ന ഇൻട്രസ്റ്റ്, രണ്ടാമത് പി എന്നുള്ളൊരു വാല്യൂ 20% 2 വർഷം കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ ഇടുന്നതിന് തുല്യമായിരിക്കുമെന്നാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആദ്യം സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടെത്തുകയും ആ സിമ്പിൾ ഇൻട്രസ്റ്റിനെ 2 വർഷം 20% എത്ര പലിശ വരുന്നു, അല്ലെ എത്ര ശതമാനം പലിശ പിക്ക് വരുന്നു എന്നുള്ളതിനെ കണ്ടെത്തുക. എന്നിട്ട് അത് തമ്മിൽ ഇക്വേറ്റ് ചെയ്യുക. അങ്ങനെ നമുക്ക് ആ വാല്യൂ, പിയുടെ വാല്യൂ കണ്ടെത്താൻ പറ്റും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്ത് തുടങ്ങാം. ഇപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ സെക്ഷൻ നമുക്ക് ആദ്യമേ ചെയ്യാം അല്ലേ. ഇപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് 15,000-ന് 6, നമുക്ക് സിമ്പിൾ ഇക്വേഷൻ വെച്ച് തന്നെ ചെയ്യാം. 15,000 ഇൻറ്റു 16%, അപ്പം 16/100 ഇൻറ്റു ഈ 5.5-നെ നമുക്ക് എന്തെഴുതാം, 11/2 എന്ന് എഴുതിക്കൂടെ. ഓക്കെ, 11/2 എന്ന് എഴുതാം. എന്നിട്ട് കട്ട് ചെയ്യാം, 2 0 കട്ട് ചെയ്തു. 16 2 വെച്ച് കട്ട് ചെയ്യുമ്പോൾ 8 കിട്ടും. നമുക്ക് 150 ഇൻറ്റു 88 എന്ന് കിട്ടും അല്ലേ. ഇപ്പോൾ 88 ഇൻറ്റു 150 എന്നാണ് നമുക്ക് കിട്ടുന്നത്. 150 നമുക്ക് 300/2 എന്ന് വേണമെങ്കിൽ എഴുതാം. കാൽക്കുലേഷനുള്ള എളുപ്പത്തിന് വേണ്ടി ഞാൻ ചെയ്തതേ ഉള്ളൂ. 300/2 എന്ന് എഴുതാം. എന്നിട്ട് ആ 2 വെച്ച് നമുക്ക് ഈ 44 കിട്ടും. 88നെ കട്ട് ചെയ്യുമ്പോൾ 44 കിട്ടും. 44 ഇൻറ്റു 300 നമുക്ക് 44 ഇൻറ്റു 3 132 വരും. 132 പിന്നെ ഒരു 00 ഉണ്ട്. അപ്പോൾ നമുക്ക് 13,200 എന്ന് കിട്ടും. അപ്പോൾ 13,200 ആണ് നമുക്ക് പലിശ ഇനത്തിൽ കിട്ടുന്ന സിമ്പിൾ ഇൻട്രസ്റ്റിൽ ആദ്യത്തെ ആ പാർട്ട് ചെയ്യുമ്പോൾ. ഇപ്പോൾ ഇതെന്തിന് തുല്യമായിരിക്കും, ആ പിക്ക് 20% 2 വർഷത്തേക്ക് കിട്ടുന്നതിന് തുല്യമായിരിക്കും. അപ്പോൾ നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ പാർട്ടിലേക്ക് പോകാം. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പറഞ്ഞേക്കുന്നത് 20% എന്നാണല്ലേ. 20% 2 ഇയർ. എന്താണ് എമൗണ്ട് നമ്മുടെ, അല്ല അവരിടുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് പി അല്ലേ. അപ്പോൾ പിയുടെ 20% നമ്മൾ എഴുതും. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ ഒരു 20% ഉണ്ട്, അത് നമ്മൾ എഴുതി. പിന്നെ സെക്കൻഡ് ഇയറിലും ഈ പിക്ക് ഒരു 20% ഉണ്ട്. പിന്നെ ഈ 20%-ൻ്റെ 20%-ഉം കൂടെ ആഡ് ആകും. അപ്പോൾ നമുക്ക് ആദ്യത്തെ വർഷം 20, രണ്ടാമത്തെ വർഷം 20, മൂന്നാമത്തെ വർഷം ഈ 20% 20 ആയ 20 ഇൻറ്റു 20/100 കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 4 എന്ന് വരും അല്ലേ. അപ്പോൾ നമുക്ക് 20 + 20 + 20 20 + 20 + 4 എന്നുള്ളത് 44 എന്നുള്ള വാല്യൂ ആണ് 2 വർഷത്തേക്ക് കിട്ടുന്നത്. എന്തിൻ്റെ 44? പിയുടെ അല്ലേ. പി എന്ന എമൗണ്ടിൻ്റെ, അതാണ് ഇതിൻ്റെ ഇൻട്രസ്റ്റ് ആയിട്ട് വരുന്നത് 2 വർഷത്തേക്ക് 20%. അപ്പോൾ പിയുടെ കട്ട് ചെയ്യാം. പി ഇൻറ്റു 44/100 അല്ലേ. പി ഇൻറ്റു 44/100 ആണ് നമുക്ക് 13,200 കിട്ടുന്നത്. 13,200 നമ്മൾ കട്ട് ചെയ്ത് കളയുമ്പം 3 വരും. 00 അങ്ങോട്ട് പോകും. അപ്പോൾ ഇവിടെ 300-ഉം പിന്നെ 00 കൂടെ പോകുമ്പം നമുക്ക് 30,000 എന്നുള്ള വാല്യൂ ആണ് പിയുടേത് കിട്ടുന്നത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ആൻസർ 30,000 ആണ്. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ഓക്കെ. B's age 4 years ago from now was half the percentage of A. 4 years hence from now, the ages of A and B will be in ratio 3:2 respectively. Then find the percentage of A. അപ്പോൾ അതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇത് ഏജസിലെ ഒരു പ്രോബ്ലമാണ്. നമുക്കത് ചെയ്തു നോക്കാം അല്ലേ. ഇപ്പോൾ എയുടെയും ബിയുടെയും കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ റേഷ്യോ തന്നിരിക്കുന്ന കാലഘട്ടത്തിൽ നിന്ന് അങ്ങ് തുടങ്ങാം. അതായിരിക്കും എളുപ്പം അല്ലേ. A + 4, അതായത് A 4 years ago ആഫ്റ്റർ നൗ അല്ലേ. 4 years hence from now എന്നാണ് പറഞ്ഞേക്കുന്നത്. ആ റേഷ്യോ ആണ് നമുക്ക് 3:2 തന്നിരിക്കുന്നത്. ഇപ്പോൾ 3x-ഉം 2x-ഉം ആയിട്ട് നമുക്ക് അതിനെ എടുക്കാം. പെർസെൻറ്റേജിൽ അപ്പോൾ എത്ര ആയിരിക്കും? ഇത് 4 വർഷം കഴിഞ്ഞുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ അത് 3x - 4-ഉം 2x - 4-ഉം എന്നാണ് വരുന്നത് അല്ലേ. അത് നമുക്കൊന്ന് എഴുതാം. പ്രസൻറ്റിൽ എയുടെ 3x - 4-ഉം ബിയുടെ 2x - 4-ഉം ആണ്. ഇനി നമുക്ക് ആദ്യം പറഞ്ഞ കണ്ടീഷൻ നോക്കാം. ബിയുടെ ഏജ് 4 years ago. അപ്പം 2x - 4 -4 ചെയ്യണ്ടേ. അതെന്തിന് തുല്യമായിരിക്കും? 2x - 4 -4 ഈസ് ഈക്വൽ ടു എയുടെ പെർസെൻറ്റേജ് 3x - 4 ഹാഫ് ഓഫ് ദ പെർസെൻറ്റേജ്. അപ്പോൾ 3x - 4 / 2 നമുക്ക് അത് കിട്ടി. ഇനി നമുക്കിത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഇത് 2x - 4 - 4 എന്ന് പറയുന്നത് 2x - 8 ആകും.
മറ്റേത് 3x മൈനസ് 4/2 എന്ന് തന്നെ കിടക്കും അല്ലേ. 2x മൈനസ് 8 ഈസ് ഈക്വൽ ടു 3x മൈനസ് 4 ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതാം അല്ലേ. ഹാഫ് ദ പെർസെൻറ്റേജ് എന്നല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് അത് അങ്ങനെ എഴുതിയിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 3x മൈനസ് 4/2 എന്ന് എഴുതിയിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. കറക്റ്റാണല്ലോ അല്ലേ ചെയ്തേക്കുന്നത്. ഇനി 4x മൈനസ് 16 ആകുന്നു, ഇപ്പുറത്ത് 3x മൈനസ് 4 ആകുന്നു. എക്സിനെ ഇപ്പുറം കൊണ്ടുവരുന്നു, 16 അപ്പുറവും കൊണ്ടുവന്നു. എക്സ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വരുമ്പോൾ ഇത് എക്സ് ആവും. -4 എന്നുള്ളതിൻ്റെ അടുത്തേക്ക് +16 ആവും. അപ്പം -4 + 16 12 കിട്ടും. എക്സ് ഈക്വൽ ടു 12 കിട്ടും. നമ്മളോട് ചോദിച്ചേക്കുന്ന പെർസെൻറ്റേജ് ഓഫ് എ ആണ്. അത് 3x മൈനസ് 4 ആണ് അല്ലേ. 3x മൈനസ് 4 ഈസ് ഈക്വൽ ടു പെർസെൻറ്റേജ് ഓഫ് എ എന്ന് നമുക്ക് എഴുതാം. നമ്മളോട് ചോദിച്ചേക്കുന്നത് അതാണ്. 3x മൈനസ് 4 ഈസ് ഈക്വൽ ടു പെർസെൻറ്റേജ് ഓഫ് എ. 3 × 12 - 4. 3 × 12 എത്ര? 36. 36 - 4 നമുക്ക് 32 എന്നുള്ള ആൻസർ കിട്ടും. അപ്പം ഇതിൽ പെർസെൻറ്റേജ് ഓഫ് എ എന്ന് പറയുന്നത് 32 ആണ്. അപ്പം 32 ഇയേഴ്സ് ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. അപ്പം ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. പെർസെൻറ്റേജ് ഓഫ് എ 32 ഇയേഴ്സ് ആണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. An article is sold for rupees 3,216 such that there is a profit of 34%. If the seller wants to earn a profit of 50%, then what should be the selling price of the article? ഇപ്പം ഇങ്ങനത്തുള്ള ക്വസ്റ്റ്യനിൽ നമ്മൾ കോസ്റ്റ് പ്രൈസ് 100 എടുക്കാം അല്ലേ. കോസ്റ്റ് പ്രൈസ് 100 എടുക്കുക. പിന്നെന്താ പറഞ്ഞേക്കുന്നത്, 34% ലാഭത്തിൽ വിൽക്കുമ്പോൾ 3,216 ആണ് പ്രൈസ്, സെല്ലിംഗ് പ്രൈസ്. അപ്പം 34% എന്ന് പറയുമ്പോൾ 134 വരും. അപ്പോൾ ആദ്യത്തെ സെല്ലിംഗ് പ്രൈസ് നമുക്ക് 134 ആയിട്ട് എടുക്കാം. അപ്പോൾ ഇത് എന്തിന് തുല്യമാണെന്നാണ് തന്നിരിക്കുന്നത്? ₹3,216. ഈ സെല്ലിംഗ് പ്രൈസ് 1 എന്നുള്ളത് 3,216 തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ 150 ആണ് നമുക്ക് കണ്ടെത്തേണ്ടത് അല്ലേ. 50% പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയാണെന്നാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് നമുക്ക് കണ്ടെത്തേണ്ട സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 150 ആണ്. 100ന് 50% ലാഭം എന്ന് പറയുമ്പോൾ 150 സെല്ലിംഗ് പ്രൈസിൽ വിൽക്കുക എന്നാണ്. സെല്ലിംഗ് പ്രൈസ് 2 എന്ന് പറയുന്നത് നമുക്ക് 150 ആയിട്ട് എടുക്കാം. ഇനി ഈ 134 321 നമുക്ക് ഡിവൈഡ് ചെയ്യാം. 321ൽ 2 ടൈംസ് 268 വരും. നമുക്ക് റിമൈൻഡർ എത്ര വരും? 53 വരും. ഒരു 6 ഉണ്ട്, അത് നമ്മൾ താഴ്ത്തിറക്കുക. അപ്പോൾ 536 വരും. 536 134ൽ 400 6 ടൈംസ് ഉണ്ടല്ലേ. 4 ടൈംസ് ഉണ്ട്. 4 ടൈംസ് ആകുമ്പം കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 4 കിട്ടും. ആ 4ഉം കൂടെ നമ്മൾ ഇവിടെ എഴുതുമ്പം 24 ആവും. അപ്പം ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് 24 ആണ്. നമുക്ക് 150 യൂണിറ്റ് ആണ് കണ്ടെത്തേണ്ടത്. അപ്പം 150 × 24 ചെയ്യുക അല്ലേ. സിമ്പിൾ കണക്കാണ്. 150 × 24 ചെയ്യുമ്പം 150 × 2 ചെയ്യുമ്പോൾ നമുക്ക് 300 കിട്ടും. അപ്പോൾ ഇത് 300 × 12 എന്ന് വരും. നമുക്ക് എത്ര കിട്ടും? 3,600 എന്ന് വരും അല്ലേ. 150%, അതായത് 50% പ്രോഫിറ്റിൽ ആ ആർട്ടിക്കിൾ വിൽക്കണമെങ്കിൽ നമ്മളുടെ സെല്ലിംഗ് പ്രൈസ് 3,600 ആയിരിക്കണം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഈ സെഷൻ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു. പിന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസും ഇഡിയംസ് ആൻഡ് ഫ്രേസസ്, ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സസ് അങ്ങനെയൊക്കെ ഞങ്ങളുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് കാണുക, കൂട്ടുകാർക്കിടയിലേക്ക് ഷെയർ ചെയ്യുക. ഒരുപാട് പേര് കാണുന്നുണ്ടെന്ന് അറിഞ്ഞതിലും സന്തോഷമുണ്ട്. അപ്പം ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. വീണ്ടും കാണാമേ.